ജനാധിപത്യ മുന്നണി ഐതിഹാസികമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയം വരിച്ചിരിക്കുകയാണ്. 140 നിയോജകമണ്ഡലങ്ങളിൽ UDF 100 മേനി വിജയം കൊയ്യുമ്പോൾ 100 സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 100 സീറ്റുമായി UDF അധികാരത്തിൽ വരും. അപ്പം മലപ്പുറത്ത് 100 മേനി വിജയമായിരിക്കും. 16-ൽ 16 ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ അഭിമാനകരമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. 140 നിയോജകമണ്ഡലങ്ങളിൽ UDF 100 സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ആ 100 സീറ്റുകളിൽ ഏറ്റവും തങ്കത്തിളക്കമുള്ള വിജയം തമനൂരിൻ്റെ വിജയം തന്നെയാണ്. കാരണം ഇത് റിയൽ മലപ്പുറം സ്റ്റോറിയാണ്. അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് മലപ്പുറം നൽകിയ ഏറ്റവും മനോഹരമായ മറുപടിയാണ് ഈ വിജയം. മലപ്പുറം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിട്ടുള്ള ഒരു മണ്ണാണ്. ആ മണ്ണിനെ കളങ്കപ്പെടുത്താൻ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ ഈ മണ്ണിനെ അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള ഏറ്റവും മഹിതമായ, മനോഹരമായ, ചരിത്രത്തിൽ എല്ലാ കാലത്തും രജതരേഖ പോലെ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വിജയമാണ്. ഈ വിജയം സമ്മാനിച്ച വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ മത്സരത്തിന് വേണ്ടി എന്നെ നിയോഗിച്ച ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെജി, പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ മത്സരത്തിന് എന്നെ പറഞ്ഞയച്ച് 140 UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി മനസ്സുവെച്ച് എൻ്റെ വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, KPCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. സർവോപരി എന്നെ ഈ തവനൂരിൻ്റെ മണ്ണിലേക്ക് ഞാൻ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ യോഗം വിളിച്ച് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 27 സീറ്റിലല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് 27 സീറ്റിലല്ല 28 സീറ്റിലാണ് ലീഗ് ആ 28ാമത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അത് തവനൂരിലെ സ്ഥാനാർത്ഥി VS ജോയി ആണ് എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് കേരളത്തിലെ മതേതര പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ തറവാടായിട്ടുള്ള പാണക്കാട് തറവാടിന്റെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് ആത്മാർത്ഥമായ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പ്രിയപ്പെട്ട ശ്രീ CP ബാബകാജി, അദ്ദേഹം ഈ വിജയത്തിനു വേണ്ടി എന്നേക്കാളേറെ അധ്വാനിച്ച് വെയിലുകൊണ്ട് വിയർപ്പൊഴുക്കിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഈ നിയോജകമണ്ഡലത്തിലെ UDFന്റെ മുഴുവൻ നേതാക്കന്മാരെയും, അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ കഴിഞ്ഞ 15 കൊല്ലം ആയി കുടിക്കുവാൻ വെള്ളമില്ലാതെ, നടക്കുവാൻ റോഡില്ലാതെ, കടന്നുപോകാൻ പാലങ്ങളില്ലാതെ ഈ നാടിന്റെ വികസനം 15 വർഷം വിറകിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ നാട്ടിൽ മാറ്റമുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച ഈ നാട്ടിലെ വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുകയാണ്. ജനങ്ങൾ നൽകിയ ഈ മഹാഭൂരിപക്ഷത്തെ വളരെ വളരെ വിനയത്തോടെ സ്വീകരിക്കുന്നു. എല്ലാ കാലത്തും ജനങ്ങളോട് ആ കടപ്പാടും ഓറും ആത്മാർത്ഥതയും ഉണ്ടാകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 100% ഞങ്ങൾ നീതിയോടുകൂടി നിർവഹിക്കുമെന്ന് മാത്രം ഇന്ന് സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ച UDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ ട്രെൻഡ് ഇവിടെ നിലനിൽക്കുകയാണ്. മലപ്പുറം ജില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി ഞങ്ങൾ വിജയിച്ചു. ഇപ്പോൾ ഞങ്ങൾ തൂത്ത് പെറുക്കി 16-ൽ 16മായി 100 സീറ്റിൽ 100 മേനി വിജയവുമായി ഞങ്ങൾ കടന്നു വരികയാണ്. അതിലേറ്റവും തങ്കത്തിളക്കമുള്ള വിജയമായി വിജയം മാറുകയാണ്. ഈ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച അരയും തലയും മുഴുക്കി രംഗത്തിറങ്ങിയ UDFന്റെ പ്രവർത്തകരെയും വോട്ടുകൾ നൽകി വിജയിപ്പിച്ച ജില്ലയിലെ മുഴുവൻ പ്രമുഖരായ ജനാധിപത്യ വിശ്വാസികളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്.